എൻ്റെ പേര് ഇന്ദിര. ഞാനിവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ അച്ഛൻ ഈ അമ്പലത്തിൻ്റെ ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് ഈ അമ്പലത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ അമ്പലം ഏകദേശം ആയിരക്കണക്കിന് വർഷം പഴക്കം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഈ അമ്പലം വളരെ ജീർണിച്ച ഒരു അവസ്ഥയിലായിരുന്നു കണ്ടിരുന്നത്. പിന്നീട് അച്ഛനായിട്ട് ഇതിൻ്റെ പുനരുദ്ധാരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നാട്ടിലെ പ്രമുഖരുമായിട്ട് നടത്തുകയും പിന്നീട് അതിൻ്റെ ഭാഗമായി സംഭാവനകളും മറ്റും സ്വരൂപിക്കുകയും മറ്റും ചെയ്തു. എന്നാലും വലിയ വലിയ കടമ്പകൾ കടന്നാണ് ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ഇവിടെ ഒരുപാട് വർഷങ്ങൾ മുന്നേ വാരം നടന്നതായും അതിന് ഒരുപാട് പാട്ടം പിരിവും അതുപോലെ നെല്ല് സംഭരണവും എല്ലാം നടന്നതായിട്ടും റെക്കോർഡുകൾ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ആ റെക്കോർഡുകളിലെല്ലാം ഈ അമ്പലത്തിൻ്റെ വലിയ ഭൂസ്വത്തും അതിൻ്റെ വലിയ ഒരു നെല്ല് സംഭരണ ശേഷിയുമൊക്കെ ആ റെക്കോർഡുകൾ പറയുന്നു. അപ്പോഴാണ് നമ്മൾ ഈ അമ്പലത്തിൻ്റെ പ്രൗഢി എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ അമ്മമ്മ ഇവിടുത്തെ കഴകം ചെയ്തിരുന്നു. അന്ന് കൈലിയാട് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഒരു എംബ്രാന്തിരി വന്നിട്ട് ഒരു നേരത്തെ വിളക്ക് വെച്ച് പൂജ നടത്തിയിരുന്നു. അമ്മമ്മ പറഞ്ഞു കേട്ടത് വെറും അവൽ നിവേദ്യം മാത്രം മതി തൃക്കാരണപ്പന് എന്നാണ്. അതിൽ അദ്ദേഹം പ്രസാദിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ശ്രീകോവിൽ അത് വട്ടശ്രീകോവിലാണ്. സ്വയംഭൂ ശിവന്റെ വട്ടശ്രീകോവില് മരത്തിലായിരുന്നു പണിതിരുന്നത്. ആ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ നമസ്കാര മണ്ഡപം എല്ലാം മരത്തിൽ ആയിരുന്നു അതിൻ്റെ പ്രവൃത്തി. ജനങ്ങളുടെ കൂട്ടായ്മ, നാട്ടുകാരുടെ സഹകരണം ഇതെല്ലാം വഴി അമ്പലത്തിലെ പുരോഗമനം ഒരുപാട് ഉണ്ടായി. എൻ്റെ പേര് ഉദയമനോഹരൻ. ഞാൻ നമ്മുടെ ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഈ അമ്പലത്തിൻ്റെ ട്രസ്റ്റിയാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ അമ്പലമുള്ളത്. ഇവിടുത്തെ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും വളരെ സപ്പോർട്ടായിട്ടാണ് ഈ അമ്പലം നടന്നു പോകുന്നത്. വളരെ പാരമ്യതയിൽ നിന്നിട്ട് നല്ല സപ്പോർട്ടോടു കൂടെ ഒരുവിധം തിരക്കില്ലാണ്ട് അമ്പലങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനും നല്ലൊരു സപ്പോർട്ട്. പിന്നെ എല്ലാം ശിവൻ ആണല്ലോ, ഉള്ളിലിരിക്കുന്ന ആള്, അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം എല്ലാം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നു. ഇനിയും ഒരുപാട് ഉണ്ട്. ഞങ്ങൾക്ക് പരിമിതികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഭഗവാൻ അതിന് ഞങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ഈ അമ്പലത്തില് 2004 തൊട്ട് 2012 വരെ ജനകീയ സമിതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 2012 നവീകരണ കലശം കഴിഞ്ഞു. അതിന് നാട്ടുകാരുടെ സഹകരണം നല്ലോണം ഉണ്ടായിരുന്നു. ഇത് സ്വയംഭൂ ശിവനാണ്. ഇവിടെ 2 ശിവനാണ്. ഒന്ന് സ്വയംഭൂ, രണ്ടാമത്തെ ശിവൻ പ്രതിഷ്ഠ ശിവൻ.
ദേവിയുടെ പ്രതിഷ്ഠയാണ് അവിടെ. ഇത് അമ്പലത്തോടനുബന്ധിച്ച് അന്നപൂർണേശ്വരി കാനോമാണ്. എൻ്റെ പേര് രാമചന്ദ്രൻ എമ്പ്രാന്തിരി, കൈലിയാട് മൂടമന ഇല്ലം അമ്പലത്തിലെ ശാന്തിക്കാരനാണ്. രാവിലെ 2 പൂജ ഉണ്ട്, 2 ശിവനും ഓരോ പൂജ. ഗണപതിക്ക് ഒറ്റയപ്പം ഗംഭീരാണ്, കാര്യസാധ്യം. അതുപോലെ ഉണ്ടെങ്കിൽ ഒറ്റയപ്പം വഴിപാട് ചെയ്താൽ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ. പിന്നെ മൃത്യുഞ്ജയോമം ദേഹത്തിനും ശാരീരിക സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും മൃത്യുഞ്ജോമം കഴിക്കുന്നത് നല്ലതാണ്. കുംഭത്തിലെ മകീരം നാളാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം. എല്ലാ കുംഭത്തിലെ മകീരം നാൾക്കും കേമായിട്ട് തന്ത്രപൂജയും നവകമഞ്ജവിയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ കുംഭത്തിലെ തിരുവോണ നാൾക്ക് ശിവരാത്രി അതും ഗംഭീരമായി നടത്തലുണ്ട്. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ഇത് അയ്യപ്പസ്വാമി.
ഇവിടെ നാഗങ്ങളാ. എൻ്റെ പേര് ശങ്കരനാരായണൻ. പക്ഷെ എന്നെ ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാലാണ് ഇവിടെ എല്ലാവരും അറിയുള്ളൂ, ഉണ്ണിയേട്ടൻ. അപ്പോൾ ഇവിടെ ഈ ജനകീയ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ വർക്കിൽ ഈ കുളത്തിൻ്റെ വർക്ക് 9 ലക്ഷം രൂപ ഈ കുളത്തിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അനുവദിപ്പിച്ച് ഇതിൻ്റെ വർക്ക് നടത്തി. ആ ജനകീയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനായിരുന്നു. ഈ കുളത്തിൻ്റെ പടവൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു, 4 ഭാഗം എല്ലാം. അങ്ങനെയാണ് അന്ന് ഈ കുളത്തിൻ്റെ പടവ് അവസാനിപ്പിക്കുന്നത്. എൻ്റെ പേര് സുരേഷ് ബാബു. ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ്. ഇതിൽ ട്രസ്റ്റി ഭാരവാഹികളാണ് ഞങ്ങൾ. ചെയർമാനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. പിന്നെ ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ ചളവറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. തൃക്കാരമണ്ണ ദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലേക്ക് വന്നു ചേരാനുള്ള വഴി ചെർപ്പുളശ്ശേരിയിൽ നിന്ന് വരികയാണെങ്കിൽ കൃഷ്ണപ്പടി വഴി മുണ്ടക്കോട്ട് ഋഷി ആസ്പത്രി പഠിക്കുന്ന 2 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ദൂരം. അതേപോലെ ഈ ഷൊർണൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. കൈലാട് വന്ന് മുണ്ടക്കോട്ട് ഋഷി വന്ന് 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടേക്ക് എത്തും. ഇതിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ എല്ലാ ഭക്തരും ഇനിയും സഹകരിക്കണം, കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു.